ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നടേശൻ സിദ്ധുവിൻ്റെ അടുത്ത് ചെന്ന് കാല് പിടിച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ എൻ്റെ കാല് പിടിക്കാം, എൻ്റെ മകളെ നീ വിവാഹം കഴിക്കുമോ? നീ ഇപ്പോൾ പറഞ്ഞതെല്ലാം ഞാൻ മറന്നോളാം. നിൻ്റെ മകൾക്ക് എന്താണ് ഒരു കുറവുള്ളത് എന്ന് ചോദിക്കുമ്പോൾ സിദ്ധു പറയണേ, എനിക്കും ഉണ്ടാകുമല്ലോ ആഗ്രഹം. നിങ്ങളുടെ മകൾക്ക് ഒരു കുറവുമില്ല, പക്ഷേ എനിക്ക് അവളെ ഇഷ്ടമില്ല. അതുകൊണ്ട് എന്നെക്കാളും നല്ല പയ്യനെ തന്നെ നിങ്ങളുടെ മകൾക്ക് വിവാഹം കഴിക്കാം. അവൾക്ക് നല്ലൊരു പയ്യനെ തന്നെ കിട്ടും. അതുകൊണ്ട് എനിക്ക് അവളെ വിവാഹം കഴിക്കാൻ കഴിയില്ല എന്ന് പറയട്ടോ. അപ്പോൾ നിൻ്റെ മനസ്സിൽ ആ ദേവിക ആയിരിക്കും എന്ന് പറയുമ്പോൾ അതെ, എൻ്റെ മനസ്സിൽ ദേവിക തന്നെയാണ്. ദേവികയുടെ സ്ഥാനത്തെ എനിക്ക് മറ്റൊരാളെ സങ്കല്പിക്കാൻ പോലും കഴിയില്ല എന്ന് പറയുമ്പോൾ നടേശൻ പറയണ, പിന്നെ എന്തിനാടാ നീ എൻ്റെ മോളെ മോഹിപ്പിച്ചത് എന്ന് പറയുമ്പോൾ ഞാൻ ആരെയും മോഹിപ്പിച്ചിട്ടില്ല. ഞാൻ ഓരോ തവണ എന്നോട് അടുക്കാൻ ശ്രമിക്കുമ്പോഴും ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിട്ടേ ഉള്ളൂ. ഞാൻ നീയെങ്കിലും എന്നെ ബുദ്ധിമുട്ടിക്കരുത്. നമുക്ക് ഇഷ്ടമില്ലാത്ത ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്ന് പറയുമ്പോൾ നടേശൻ പറയണേ, നീ മിടുക്കനാണ്. ഇത്ര ബുദ്ധിപൂർവ്വമാണ് നീ എൻ്റെ മോളെ ഒഴിവാക്കിയത്. എൻ്റെ മോൾക്ക് ഇതുവരെയും ഞാൻ ആഗ്രഹിച്ചതെല്ലാം നേടിക്കൊടുത്തിട്ടേ ഉള്ളൂ. പക്ഷേ നിന്റെ മുന്നിൽ ഞാൻ തോറ്റുപോയിക്കോ. നീ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോ, ഞാൻ എൻ്റെ മോളെ സമാധാനിപ്പിച്ചോളാം. എന്തെങ്കിലും പറഞ്ഞ് ഞാൻ അവളെ സമാധാനിപ്പിച്ചോളാം. എൻ്റെ മോൾ ഒരു പാവമാണ്, അവൾക്ക് ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ എന്ന് നടേശൻ്റെ കണ്ണ് നിറഞ്ഞോണ്ട് പറയുകയാണ് കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ സിദ്ധുവിനൊരു വിഷമം വരികയാണ്. നിങ്ങൾ തന്നെയാണ് സ്വയം ഇതിന് കാരണം. ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല, ഞാൻ ആരെയും വാക്ക് കൊടുത്തിട്ടുമില്ല, മോഹിപ്പിച്ചിട്ടുമില്ല എന്നൊക്കെയാണ് സിദ്ധു ആ സമയം മനസ്സിൽ ചിന്തിക്കുന്നത്. എന്നിട്ട് നടേശൻ പിന്നെ നേരെ ചന്ദ്രലേഖയുടെ അടുത്തേക്ക് ചെല്ലണ്. അപ്പോൾ കരഞ്ഞുകൊണ്ട് ആലോചിച്ച് നിൽക്കുകയാണ് ചന്ദ്രലേഖ. എന്നിട്ട് നടേശൻ ഒരു സമാധാന വാക്കോടുകൂടി ചന്ദ്രലേഖയോട് പറയണ, മോളെ, പലതും നമ്മൾ ആഗ്രഹിക്കും. ഇത് ജീവിതമാണ്. നമ്മൾ ആഗ്രഹിച്ചത് എല്ലാം തന്നെ നമുക്ക് കിട്ടണമെന്നില്ല, നമ്മൾ ആഗ്രഹിച്ചതെല്ലാം നടക്കണമെന്നില്ല. അതുകൊണ്ട് മോൾ അവനെ മറക്കണം എന്ന് പറയുമ്പോൾ ചന്ദ്രലേഖ കരഞ്ഞുകൊണ്ട് പറയണേ, ഇല്ല, എനിക്ക് സിദ്ധുവേട്ടനെ ഒരിക്കലും മറക്കാൻ കഴിയില്ല അച്ഛ എന്ന് പറയുമ്പോൾ നടേശൻ പറയണേ, അവന് നിന്നെ വേണ്ട, പിന്നെ ആർക്ക് വേണ്ടിയാണ് മോള് കാത്തിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ സ്നേഹം സിദ്ധുവേട്ടൻ മനസ്സിലാക്കും, എന്നിട്ട് എൻ്റെ അടുത്തേക്ക് തന്നെ വരും, സിദ്ധുവിൻ്റെ മനസ്സ് മാറും എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയുമ്പോൾ നടേശൻ അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. നാണമില്ലേ നിനക്ക്? എല്ലാവരുടെയും മുന്നിൽ വെച്ചല്ലേ അവന് നിന്നെ വേണ്ട എന്ന് പറഞ്ഞത്? നിനക്ക് ശരിക്കും ഭ്രാന്താണ്, നിന്നെ ചികിത്സിക്കുകയാണ് വേണ്ടത് എന്നങ്ങ് പറയുമ്പോൾ ചന്ദ്രലേഖയുടെയും സ്വഭാവം അങ്ങ് മാറാൻ കേട്ടോ. എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കും, അതിലൊന്നും കയറി അച്ഛൻ ഇടപെടണ്ട എന്ന് പറയുമ്പോൾ നടേശൻ പറയണ, നീ എൻ്റെ മോളാണ്, അതിനുള്ള അവകാശം എനിക്കുണ്ട്, ഞാൻ കയറി ഇടപെടും. അപ്പോൾ ചന്ദ്ര പറയണ, ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം അതൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ, എന്താ ഞാൻ നിന്റെ അച്ഛനല്ലേ? അതോ നിന്റെ അമ്മ ആരുടെ കൂടെ ഒളിച്ചോടിപ്പോയി, അതുപോലെ നീയും എന്നെ ധിക്കരിക്കാനാണോ നിന്റെ ഉദ്ദേശം എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയാണ്, അപ്പോൾ അച്ഛൻ എന്നെ എന്ത് ചെയ്യും? നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങളുടെ ഭീഷണിയൊക്കെ എൻ്റെ അടുത്ത് നടക്കില്ല. നിങ്ങളത് വേറുള്ളവരോട് കാണിച്ചാൽ മതി. എന്നോട് അങ്ങനെയൊന്നും പറയാനും നിൽക്കണ്ട. എൻ്റെ അമ്മ വേറൊരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയത്രേ. നിങ്ങളുടെ പറയുന്ന ഈ പച്ചക്കള്ളം വിശ്വസിക്കുന്നവരൊക്കെ ഉണ്ടാവും, പക്ഷേ ചന്ദ്രയെ അക്കൂട്ടത്തിൽ പെടുത്തണ്ട. അപ്പോൾ നടേശൻ ഒന്നും അറിയാത്ത ഭാവത്തിൽ, എന്താണ് നിന്റെ അമ്മയ്ക്ക് പറ്റിയത്, നിനക്കറിയാമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയണോ, ഞാൻ തന്നെ എൻ്റെ നാവ് കൊണ്ട് ആ സത്യം പറയണോ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര അക്കാര്യം അങ്ങ് പറയുകയാണ്. ആരും അറിയാതെ എൻ്റെ അമ്മയെ കൊന്ന് പിന്നെ മറ്റൊരിടത്ത് പോയി ഉപേക്ഷിച്ചിട്ട് ഇപ്പോൾ ഒന്നും അറിയാത്ത ഭാവത്തിൽ എല്ലാവരുടെയും മുന്നിൽ പച്ചക്കള്ളവും പറഞ്ഞ് നടക്കുന്നു. മറ്റൊരുത്തൻ്റെ കൂടെ എൻ്റെ അമ്മ ഒളിച്ചോടിപ്പോയി എന്ന്. നാണമില്ലേ നിങ്ങൾക്കിത് പറയാൻ? എൻ്റെ അമ്മയെ രഹസ്യമായി നിങ്ങൾ കൊന്ന് എവിടെയോ കൊണ്ടുപോയി മറവ് ചെയ്തിട്ട് ഇപ്പോൾ ഇങ്ങനെ എൻ്റെ മുന്നിൽ വന്ന് പറയാനേ നാണമില്ലേ നിങ്ങൾക്ക്? ഞാനും അറിയില്ല എന്നാണോ നിങ്ങൾ കരുതിയത് എന്നങ്ങ് ചോദിച്ചതോടുകൂടി നടേശൻ അങ്ങ് ഞെട്ടിപ്പോവുകയാണ്. എന്നെ നിങ്ങൾ പറ്റിക്കാനൊന്നും നോക്കണ്ട എന്ന് പറയുമ്പോൾ നടേശൻ ചോദിക്കുകയാണ്, നിന്റെ അമ്മയെ കൊന്നെന്നോ? ആരാണ് കൊന്നത് എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾ, അച്ഛനായ നിങ്ങൾ എന്നെ ഭരിക്കാനൊന്നും വരണ്ട. ഞാൻ ആരെ കല്യാണം കഴിക്കണം എന്നുള്ളതും കല്യാണം കഴിക്കണ്ട എന്നുള്ളതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. അത് നിങ്ങൾ ഇടപെടേണ്ട, നിങ്ങൾ അച്ഛൻ ഇടപെടേണ്ട. പിന്നെ വല്ലാതെ അങ്ങ് എന്നെ ഭരിക്കാൻ വന്നാലേ എനിക്കറിയാവുന്ന രഹസ്യം ഞാൻ എല്ലാവർക്കും മുന്നിൽ അങ്ങ് വിളിച്ചു പറയും. ഇനി മേലിൽ എൻ്റെ അമ്മയെക്കുറിച്ച്, ആ പാവത്തിനെ കുറിച്ച് ഇങ്ങനെ അപവാദം പറഞ്ഞു നടക്കരുത് എന്നും പറഞ്ഞ് നടേശനെ ഒന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ചന്ദ്ര താഴേക്ക് ഇറങ്ങി പോകുന്നത്. ഇത് സിദ്ധുവിൻ്റെ ഫോണിലേക്ക് ദേവിക വിളിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, എന്താണ് പറ്റിയത് സിദ്ധു? എനിക്കറിയാവുന്ന സിദ്ധു ഇങ്ങനെ ഒന്നും ചെയ്യില്ലല്ലോ, ഞാൻ ഇപ്പോഴാണ് വിവരങ്ങളൊക്കെ അറിഞ്ഞത്, എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ദേവിക എന്നെ കുറ്റപ്പെടുത്തുകയാണോ? ദേവിക ചോദിക്കുകയാണ്, എന്ത് ചെയ്യുമ്പോഴും ചെയ്യുന്നവർക്ക് ഒരു ന്യായം കാണുമല്ലോ, അതാണ് ഞാൻ ചോദിച്ചത് എന്ന് പറയുമ്പോൾ സിദ്ധു പറയണേ, അച്ഛനും മോളും എന്താഗ്രഹിച്ചാലും അത് നടക്കുമെന്നുള്ള വിചാരമുണ്ടായിരുന്നു. അപ്പോൾ ആ ആഗ്രഹം നടക്കില്ല എന്നുള്ളത് ഞാൻ അങ്ങ് തെളിയിച്ചു കൊടുത്തതാണ്, അതിനുള്ള ബാധ്യത എനിക്കുണ്ടല്ലോ. അപ്പോൾ ദേവിക പറയണേ, ചടങ്ങിനിടയിൽ വെച്ച് അങ്ങനെ വേണ്ടായിരുന്നു, അത് പറയണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അതിനൊരു കാരണമുണ്ട് എന്ന് സിദ്ധു പറയണം. അടിക്കുമ്പോൾ മർമ്മം നോക്കി അടിക്കണം, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ശല്യം ചെയ്യാൻ വരും. നീ എന്തായാലും തല പൊക്കില്ല എന്ന് പറയുമ്പോൾ ദേവിക പറയണേ, എനിക്കെന്തോ ഇത് ഇവിടം കൊണ്ട് നിൽക്കുമെന്ന് തോന്നുന്നില്ല, അവരൊക്കെ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത് എന്ന് പറയുമ്പോൾ സിദ്ധു പറയണേ, എനിക്കും അതിനൊന്നും ഒട്ടും ആഗ്രഹമില്ല. പക്ഷേ നമ്മളെ വല്ലാതെ ദ്രോഹിക്കുന്നവരെ കയ്യും കെട്ടി നോക്കി നിന്ന് സമാധാനത്തോടു കൂടി പ്രശ്നം പരിഹരിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ പ്രതികരിക്കുക തന്നെ ചെയ്യും. എൻ്റെ മനസ്സിലൊരു സ്വപ്നമുണ്ട്, അതിന് തടസ്സമായി നിൽക്കുന്നതിന് ഞാൻ എന്തിനും പ്രതികരിക്കും. എൻ്റെ ആ മോഹം, ആ സ്വപ്നം
സ്വപ്നം നടക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും എന്ന് പറയുമ്പോൾ ദേവികയ്ക്ക് കാര്യം മനസ്സിലാവാണ്. അപ്പോൾ സിദ്ധു സൂക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ്. പിന്നീട് നിത്യ മനോഹരൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്തിനാണ് അച്ഛൻ എന്നെ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ മനോഹരൻ പറയണം, ഞാൻ വിളിച്ചില്ലല്ലോ മോളെ എന്ന് പറയട്ടോ. അപ്പോഴത്തേക്കും ദേവിക അവിടേക്ക് വരികയാണ്. മോളെ, ഞാനാണ് വിളിച്ചത്, നമുക്ക് വൈകിട്ടൊന്ന് പുറത്തു പോകണം എന്ന് പറയട്ടോ. അത് കേട്ടും കൊണ്ടാണ് മുത്തശ്ശിയും പാർവതിയും അവിടേക്ക് വരുന്നത്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ്, എന്തിനാണാവോ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് നിത്യയെ? അപ്പോൾ ദേവിക പറയുന്നത്, ഒരു വൈദ്യനെ കാണിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ, വേണ്ട, അതിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല. നിന്റെ കൂടെയുള്ള ഒരു ഏർപ്പാടിനും നിത്യയെ ഞങ്ങൾ വിട്ടു തരില്ല. അത് ഭക്ഷണമായാലും ശരി, വൈദ്യനായാലും ശരി എന്ന് പറയട്ടോ. അപ്പോൾ അത് കേട്ടും കൊണ്ട് ശരത്ത് വരികയാണ്. അപ്പോൾ ശരത്ത് പറയണ, അല്ല, ഇപ്പോൾ കൊടുത്തോണ്ടിരിക്കുന്ന ട്രീറ്റ്മെൻറ്റിന് എന്താണ് കുഴപ്പമുള്ളത്? പാർവതിയും ചോദിക്കുകയാണ്, അത് തന്നെ, എന്താണ് ഇപ്പോൾ കുഴപ്പമുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ദേവിക പറയണേ, കുഴപ്പമൊന്നുമില്ല, പക്ഷേ രണ്ടാമതൊരാളെ കൂടി കാണിക്കുന്നത് എന്തുകൊണ്ടും നല്ലതല്ലേ, നല്ലൊരു വൈദ്യരാണെന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനോഹരൻ പറയണേ, നീ പറഞ്ഞ ആ വൈദ്യരാണോ? ആ വൈദ്യർക്ക് ഞാൻ തന്നെയാണ് ബുക്ക് ചെയ്തത്, ഫോൺ നമ്പർ മാത്രമാണ് ഞാൻ ദേവികയ്ക്ക് കൊടുത്തിട്ടുള്ളൂ. എന്തായാലും ആ വൈദ്യൻ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നിത്യയുമായിട്ട് ഉറപ്പായും ഇന്ന് വൈകിട്ട് പോകണം, ഞാൻ കൂടി വരാം നിത്യയുടെ ഒപ്പം എന്ന് പറയട്ടോ. അങ്ങനെ ദേവികയും നിത്യയും മനോഹരനും കൂടി പോവാമെന്ന് തീരുമാനിക്കുമ്പോൾ മുത്തശ്ശി പറയണം, പിന്നെ ശരത് മോൻ കൂടി വന്നോളും എന്ന് പറയട്ടോ. അപ്പോൾ നിത്യ അഭിനയിച്ചുകൊണ്ട് പറയണേ, അച്ഛനുണ്ടെങ്കിലാണ് ഞാൻ ഇവരുടെ കൂടെ പോവുള്ളൂ, അല്ലാതെ ഇവരെ കൂട്ടി ഞാൻ തനിച്ചു പോവില്ല എന്ന് ദേവികയെ നോക്കിയിട്ട് പറയാണ്. അതും എല്ലാവരെയും പറ്റിക്കാൻ വേണ്ടിയിട്ട് നിത്യ പറയുന്ന സമയത്ത് ശരത്ത് വേണ്ട എന്നുള്ള കാര്യം മനോഹരൻ അങ്ങ് പറയണേ, എൻ്റെ മോളുടെ അച്ഛൻ ഞാനാണ്, അപ്പോൾ അവളെ കൂടെ ഞാൻ പോകുന്നുണ്ട്, അല്ലാതെ ഒരു ശരത്ത് മോനും ഞങ്ങളുടെ കൂടെ വേണ്ട എന്ന് പറയണേ. അപ്പോൾ ശരത്ത് പറയണേ, വേണ്ടെങ്കിൽ വേണ്ട. പിന്നീട് ദേവികയും മനോഹരനും ഇരുട്ടും പരുന്തും കൂടി നടേശനെ കാണാൻ വേണ്ടി ചെല്ലാൻ കേട്ടോ. അങ്ങനെ നടേശനാണെങ്കിലോ 4 കാലിലായിട്ടുണ്ടാവും. എന്നിട്ട് സ്വയം ഇരുന്ന് പറയുകയാണ്, ഈ നടേശൻ തോറ്റു, നടേശൻ അങ്ങനെ തോറ്റു കൊടുക്കാനൊന്നും പോകുന്നില്ല, തോൽപ്പിച്ചവരെ എല്ലാവരെയും ഞാൻ കൊന്നു കളയും എന്നൊക്കെ സ്വയം ഇരുന്നോണ്ട് നടേശൻ കള്ളു കുടിച്ചുകൊണ്ട് പറയുകയാണ്. അപ്പോഴത്തേക്കും ഇരുട്ടും പരുന്തും മനോഹരനോടും ദേവികയോടും പറയണ, അയാൾ ഓഫാകുന്നതിൻ്റെ മുന്നേ നേരിട്ട് പോയി സംസാരിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ദേവികയെയും മനോഹരനെയും അങ്ങ് വിടുകയാണ് കേട്ടോ. എന്നിട്ട് മനോഹരനെ കാണുന്ന സമയത്ത് നടേശൻ, ആരിത്, മനോഹരനോ 2 അടിക്കണോ എന്ന് ചോദിക്കാട്ടോ. എൻ്റെയും എൻ്റെ ചന്ദ്രമോളുടെയും തോൽവി ആഘോഷിക്കാനാണോ രണ്ടുപേരും ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുമ്പോൾ ദേവിക പറയണ, നിങ്ങളുടെ മദ്യസൽക്കാരത്തിനൊന്നും വന്നതല്ല, മകളുടെയും അച്ഛൻ്റെയും തോൽവിയും ആഘോഷിക്കാൻ വന്നതല്ല. അപ്പോഴത്തേക്കും നടേശൻ ദേഷ്യം പിടിച്ചിട്ട് ചോദിക്കുകയാണ്, പിന്നെ എന്തിനാടി ഇവിടെ നിന്റെ ഈ തന്തയെയും കൂട്ടി ഇവിടേക്ക് വന്നത്? എൻ്റെ മോളെ തല്ലിയതുപോലെ എന്നെ തല്ലാനാണോ എന്ന് ചോദിക്കുമ്പോൾ മനോഹരൻ പറയണ, അതേടോ എന്നങ്ങ് പറയട്ടോ. പിന്നെ നീ എന്നെ ചെയ്യാത്ത കുറ്റത്തിന് നീ എന്നെ ജയിൽ ശിക്ഷ അനുഭവിപ്പിച്ചതല്ലേ, ഇനിയിപ്പോൾ ഈ മനോഹരൻ ജയിലിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് നിന്നെ തല്ലിക്കൊന്നിട്ടുള്ള ശിക്ഷയ്ക്ക് ആയിക്കോട്ടെ എന്നും പറഞ്ഞ് നടേശൻ്റെ കാരണം നോക്കി മനോഹരൻ ഒന്നങ്ങ് പൊട്ടിക്കുകയാണ്. എന്നിട്ട് നടേശൻ പറയണേ, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലേ നിന്നെ മാത്രമല്ല ഈ നിൽക്കുന്ന നിന്റെ മരുമകളെയും ഞാൻ അകത്താക്കും. എന്നിട്ട് നടേശനിട്ട് വീണ്ടും മനോഹരൻ പൊട്ടിക്കുകയാണ്. എന്നിട്ട് പറയണേ, ഞാൻ നിന്നെ ഇപ്പോൾ അടിച്ച അടി എന്തിനാണെന്നോ, എന്നെ കള്ളക്കേസിൽ കുടുക്കിയതിനോ ജയിലിലിട്ടതിനോ ഒന്നുമല്ല, എൻ്റെ മോളെ നീ ഗുണ്ടകളെയും വെച്ച് തട്ടിക്കൊണ്ടുപോയതിനാണ്, എൻ്റെ എല്ലാം സൂത്രധാരൻ നീയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായത് കൊണ്ടാണെന്നും പറഞ്ഞ് മനോഹരൻ വീണ്ടും നടേശനെ അങ്ങ് അടിക്കാൻ ഒങ്ങുന്ന സമയത്ത് ദേവിക അങ്ങ് തടയുകയാണ്. വേണ്ട അച്ഛ, എന്തിനാണ് ഇവന്മാരെയൊക്കെ അടിച്ചിട്ട് അച്ഛൻ്റെ കൈ വെറുതെ ചീത്തയാക്കുന്നത്, എത്ര കിട്ടിയാലും പഠിക്കാത്ത ചില ജന്മങ്ങളുണ്ട് എന്നും പറഞ്ഞ് ദേവിക മനോഹരനെയും കൂട്ടി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഇരുട്ടിനോടും പരുന്തിനോടും പറയണേ, എന്നാൽ നമുക്ക് ഇറങ്ങാമെന്ന് പറയുമ്പോൾ, നിങ്ങളേതായാലും പൊയ്ക്കോ, ഞങ്ങളേതായാലും ഇവിടേക്ക് വന്നതല്ലേ, അപ്പോൾ ആ നടേശനെ ഒന്ന് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി നടേശൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ നടേശനാണെങ്കിലോ മനോഹരനും ദേവികയും പോയി കഴിഞ്ഞ ശേഷം ഇരുന്ന് സ്വയം പറയുകയാണ്, എന്നെ അവൻ അടിച്ചു, അവനുള്ളത് ഞാൻ കൊടുത്തിരിക്കും, ഇനിയും അവൻ ഞാൻ ആരാണെന്നുള്ളത് അറിയാൻ പോകുന്നതേ ഉള്ളൂ, അവനും അവളുടെ മോളും ഇനി പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ഇരുട്ടും പരുന്തും കൂടി ചെല്ലുന്നത്. എന്നിട്ട് ഒരു വടി എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നടേശൻ്റെ തോളിൽ അങ്ങ് കൈവയ്ക്കുകയാണ്. അപ്പോൾ നടേശൻ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഇവരെ രണ്ടുപേരെ അങ്ങ് കാണാൻ കേട്ടോ. അപ്പോഴത്തേക്കും നടേശൻ ഇനി പരുന്തിൻ്റെയും ഇരുട്ടിൻ്റെയും കയ്യിൽ നിന്നും തലങ്ങും വിലങ്ങും നന്നായിട്ട് തന്നെ അടി കിട്ടുന്നുണ്ട്. ഇനിയായി വരാൻ പോകുന്നത് നടേശൻ മരിച്ചു എന്നുള്ള വാർത്തയാണ് കേട്ടോ. അങ്ങനെ പേപ്പറിൽ ദേവിക അക്കാര്യം കാണുകയാണ്. നടേശൻ DYSP, റിട്ടയർഡ് DYSP നടേശൻ മരിച്ചു എന്നുള്ള വാർത്ത കാണുമ്പോൾ ദേവിക അങ്ങ് ഞെട്ടിപ്പോവുകയാണ്. ഇയാൾ എങ്ങനെ മരിച്ചു എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അപ്പോൾ അവസാനമായി പരുന്തും ഇരുട്ടുമാണല്ലോ അയാളെ അടിച്ചിട്ട് ഇറങ്ങിപ്പോകുന്നത്, ഇനി അവർക്കെങ്ങാനും കയ്യബദ്ധം പറ്റിയതാണോ എന്ന് ദേവികയും മനോഹരനും ചിന്തിച്ചു കൂട്ടുകയാണ്. ഇനിയിപ്പോൾ ഇക്കാര്യം ഡോക്ടർ നിരഞ്ജനും അക്ഷരയും കൂടി അറിയുകയാണ്. അങ്ങനെ എല്ലാവരും നടേശൻ മരിച്ച ആ വാർത്ത അറിയുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പിറകിൽ പിന്നെ കളിച്ചിട്ടുണ്ടാവുക ശരത്തായിരിക്കും, ശരത്ത് മുഖാന്തരമായിരിക്കും നടേശൻ മരിച്ചിട്ടുണ്ടാവുക. അത് ഇനി മനോഹരൻ്റെയും ദേവികയുടെയും ഇരുട്ടിൻ്റെയും പരുന്തിൻ്റെയും തലയിൽ കെട്ടിവെക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ശരത്ത് ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ടാവുക. പക്ഷേ അതെല്ലാം വഴിത്തിരിവായി ഇനി ശരത്തിൻ്റെ മണ്ടയ്ക്ക് തന്നെ വരുന്നതായിരിക്കും. അതൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത് ശരത്താണെന്നുള്ളത് പിന്നീടാണ് അറിയാൻ പോകുന്നത്. അങ്ങനെ ചന്ദ്രലേഖ അച്ഛൻ മരിച്ച വിവരം അറിഞ്ഞ് പ്രേമയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വാവിട്ട് പൊട്ടിക്കരയുകയാണ് കേട്ടോ. അങ്ങനെ ഇനി
ചന്ദ്രലേഖ മോർച്ചറിയിൽ ചെന്ന് പേഷ്യൻ്റെ ഡെഡ് ബോഡി കാണാൻ ചെല്ലുകയാണ്. അങ്ങനെ ചന്ദ്രയ്ക്ക് പിന്നെ സംശയം വരികയാണ്. എൻ്റെ അച്ഛനെ ആരോ കൊന്നതാണ്, തല്ലിക്കൊന്നതാണ് എന്നുള്ള സംശയം ഇനി ചന്ദ്രയ്ക്ക് മനസ്സിലാവുകയാണ്. അത് മോർച്ചറിയിൽ നിന്നും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടുള്ള റിപ്പോർട്ടിലാണ് ഇനി അതറിയാൻ പോകുന്നത്. അങ്ങനെ ഇനി ചന്ദ്രലേഖ കളത്തിലിറങ്ങാൻ പോവുകയാണ്. അച്ഛനെ കൊന്നത് ആരാണെന്നുള്ളത് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇനി ചന്ദ്ര. അങ്ങനെയാണ് ഇനി ശരത്താണ് ഇതിൻ്റെയൊക്കെ പിറകിൽ കളിച്ചത് എന്നുള്ള സത്യം പുറത്തു വരാൻ പോകുന്നത്.